എമറാൾഡ്, റൂബി, സഫൈർ തുടങ്ങി എല്ലാ ബെർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ്. ഇൻവെസ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായി 5 ഗ്രാം മുതൽ 1 കിലോ വരെയുള്ള 99.9 സിൽവർ ബാറുകളും ഇവിടെ ലഭ്യമാണ്. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ സാരിവേലി കെട്ടി പ്രതിഷേധിച്ച് ഫാർമേഴ്സ് അവയർനെസ് റിവൈവൽ മൂവ്മെന്റ്. വന്യജീവി ആക്രമണങ്ങൾ നാൾക്കുനാൾ അതിരൂക്ഷമാകുമ്പോഴും യാതൊരു നടപടിയും സ്വീകരിക്കാതെയുള്ള അധികൃതരുടെ അലംഭാവത്തിനെതിരെയാണ് വേറിട്ട പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. ഫാർമേഴ്സ് അവയർനെസ് റിവൈവൽ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ 3 കിലോമീറ്റർ സാരിവേലി കെട്ടി പ്രതിഷേധിച്ചു. മനുഷ്യന്റെ ജീവനും നിലനിൽപ്പിനും നിരന്തരം ഭീഷണി ഉയർത്തുന്ന വന്യജീവി ആക്രമണങ്ങൾ നാൾക്കുനാൾ അതിരൂക്ഷമാകുമ്പോഴും യാതൊരു നടപടിയും സ്വീകരിക്കാതെയുള്ള അലംഭാവത്തിനെതിരെയാണ് വേറിട്ട പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. 25,000-ന് മുകളിൽ ജനങ്ങൾ അധിവസിക്കുന്ന കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലേക്കുള്ള ഏക പ്രവേശന കവാടമായ പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ കാട്ടാനയെ പേടിക്കാതെ യാത്ര ചെയ്യാനാവാത്ത അവസ്ഥയാണുള്ളത്. സ്വസ്ഥമായ സഞ്ചാരപാത ഒരുക്കാൻ റോഡരികിലെ കാട് വെട്ടുന്നതിനു പോലും വനംവകുപ്പിന് ഫണ്ടില്ല എന്നതും, രാത്രികാലങ്ങളിൽ ജീവൻ പണയം വെച്ച് യാത്ര ചെയ്യുന്നവർക്ക് സംരക്ഷണം ഒരുക്കാൻ വഴിവിളക്കുകൾ സ്ഥാപിക്കാമെന്ന് പറയുന്നതല്ലാതെ നടപടികൾ ഇല്ലാത്തതുമാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. ഈ റോഡിൽ കാട്ടാന ആക്രമണം മൂലം മരണം വരെ സംഭവിച്ചിട്ടും വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നതിനോ യാത്രക്കാർക്ക് കാഴ്ചമറയ്ക്കുന്ന അടിക്കാടുകൾ വെട്ടിനീക്കുന്നതിനോ അധികൃതർ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് സാരിവേലി കെട്ടി പ്രതിഷേധിക്കുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ്, വാർഡ് മെമ്പർ ബിന്ദു പൗലോസ് എന്നിവർ പറഞ്ഞു. ഇന്നിപ്പോ ഈ കുട്ടമ്പുഴയിലേക്ക് പോകുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് പുന്നേക്കാട് തട്ടേക്കാട് റോഡിലൂടെ യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇവിടെ വഴിവിളക്കുകളില്ല, അടിക്കാട് വെട്ടി തെളിയിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാർ ഇതിനൊന്നും തയ്യാറാകാത്തതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം, വ്യത്യസ്തമായ ഒരു പ്രതിഷേധവുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ആകെ സാരി കൊണ്ട് വേലി കെട്ടി ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. അടിയന്തരമായിട്ട് വഴിവിളക്കുകൾ ഇവിടെ സ്ഥാപിച്ച് ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുവാനും ഇവിടെ അടിക്കാട് വെട്ടിക്കൊണ്ട്, അതായത് നിബന്ധനകൾക്കനുസരിച്ച് വിസ്ത ക്ലിയറൻസ് നടത്തുവാനും ഈ വനംവകുപ്പ് തയ്യാറാകണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. കാരണം ഇവിടെ ജീവൻ പണയം വെച്ചാണ് ഞങ്ങളുടെ സഹോദരങ്ങൾ ഇവിടെ യാത്ര ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു ഏരിയയാണ് എന്റെ വാർഡ്. ഈ പുന്നേക്കാട് മുതൽ ഈ തട്ടേക്കാട് വരെയുള്ള ആളുകൾ രാത്രിയെല്ലാം യാത്ര ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ട്, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ്. സന്ധ്യയോടുകൂടി ആന ഇറങ്ങുന്ന ഒരു മേഖലയാണിത്. അതുകൊണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും രാവിലെ ട്യൂഷന് പോകുന്ന കുട്ടികൾക്കും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. രാത്രിയിൽ ഒരു ബൈക്കിൽ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റിന്റെ കാര്യത്തിൽ പുന്നേക്കാട് മുതൽ ഇവിടം വരെ തട്ടേക്കാട് വരെ ലൈറ്റ് ഇല്ലാത്തൊരു വളരെയധികം പ്രശ്നം അനുഭവിക്കുന്ന ഒരു ഏരിയയാണ്. വളരെയധികം അപകടങ്ങള്, ആനയേക്കാൾ ഉപരി മ്ലാവ്, മാന്, അതുപോലെയുള്ള മൃഗങ്ങൾ, പന്നി, ഇതുപോലെയുള്ള മൃഗങ്ങൾ വട്ടം ചാടിക്കൊണ്ട് വളരെയധികം വിഷമിക്കുന്ന ഒരു അവസ്ഥയാണ്. ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. നൂറ്റാണ്ടുകളായി മനുഷ്യർ സഞ്ചരിക്കുന്ന പഴയ രാജപാതയുടെ ഭാഗമായ ഈ പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ പകൽ പോലും യാത്ര ചെയ്യാൻ സാധ്യമല്ലാത്ത അവസ്ഥയാണെന്ന് ഫാം ജനറൽ സെക്രട്ടറി സിജിമോൻ ഫ്രാൻസിസ് പറഞ്ഞു. നമ്മൾ പണ്ടത്തെ രാജപാതയുടെ ഭാഗമായി ഇവിടെ വന്യമൃഗശല്യം ആരംഭിച്ചിട്ട് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഇപ്പൊ ജനപ്രതിനിധികളുടെയും വനം വകുപ്പിന്റെയും ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടാനയുണ്ട് സൂക്ഷിക്കാവുന്ന ബോർഡ് വെച്ചിട്ട് മാറിയിരിക്കുകയാണ്. എന്നിട്ട് 4-5 വർഷമായിട്ട് നമ്മൾ കേൾക്കുന്നു 15 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്, 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്, ഇവിടെ LT ലൈൻ വലിച്ച് കറണ്ട് ഇടും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു നടപടികളും ചെയ്തു കാണുന്നില്ല. രാത്രി കാലങ്ങളിൽ 7 മണി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവൻ പണയം വെച്ചാണ് 2 വീലറിലൊക്കെ ആൾക്കാർ പ്രത്യേകിച്ച് കടന്നു പോകുന്നത്. കുട്ടമ്പുഴ പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,000 ജനങ്ങൾ അധിവസിക്കുന്ന പഞ്ചായത്തിലേക്കുള്ള ഏക പ്രവേശന കവാടമാണിത്. അതില് 5,000 ജനങ്ങള് ആദിവാസി സമൂഹത്തിൽപ്പെട്ടവരാണ്. യാതൊരു ആത്മാർത്ഥതയും വനം വകുപ്പിനില്ല. അത്രയും കൂടി ആത്മാർത്ഥ ഭരണകർത്താക്കളും ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. സാരി സമരം, അതായത് ഈ പറഞ്ഞിരിക്കുന്ന 3 കിലോമീറ്റർ ദൂരം സാരി വേലി കെട്ടി നമ്മൾ പ്രതിരോധിക്കുക എന്നും പറഞ്ഞൊരു മൂവ്മെന്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇന്നലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വന്ന് ഒരു വണ്ടിയിൽ കുറച്ച് കാടിന്റെ തലപ്പ് വെട്ടി കളഞ്ഞിട്ട് പോയി. അത് ഇവിടെ താമസിക്കുന്നത് മനുഷ്യരാണെന്ന് പോലുള്ള ഒരു മര്യാദ കാണിക്കാതെയാണ് ഇവിടുത്തെ ഭരണ സംവിധാനം പെരുമാറുന്നത്. കീരമ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് റിനോ ജോഷി, കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി കുര്യാക്കോസ്, ഫാദർ ജോസ് ചിരപ്പറമ്പിൽ, ഫാദർ സിബി ഇടപ്പുളവൻ, മേഖലയിലെ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. Welcome to Vimalagiri International School, Muvatupura. Admissions are now open for the academic year 2026-2027 for pre-KG, LKG, UKG and 1 to 8 classes.
Admissions are open for +1 classes also.